ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തക്കാരിൽ നിന്ന് തന്നെ ചതി കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു മേജറായിട്ടുള്ള ട്രാൻസിഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ മേജറായിട്ടുള്ള ഒരു ഷിഫ്റ്റ് എൻഡിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മേജറായിട്ടുള്ള ഒരു ചേഞ്ചിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒന്നുകിൽ ആരെങ്കിലും നിങ്ങളെ ചതിക്കും, ഇല്ല എങ്കിൽ മേജറായിട്ടുള്ള ഒരു ട്രാൻസിഷൻ, ഒരു ഷിഫ്റ്റ്, ഒരു എൻഡിങ്, ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധാലുവാകേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ഏതെങ്കിലും ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിച്ച് അത് നോക്കിയിട്ട് വേണം നിങ്ങളത് ചെയ്യുവാനായിട്ട്. ഇന്ന് നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധാലുവാകേണ്ടതാണ്. ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണ് എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും റിയാലിറ്റി അറിയാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തോ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാകുന്നതായിട്ട്, ഹേർട്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എൻ്റെ ബന്ധത്തിലെല്ലാം അവസാനിച്ച് ഇനി ഒന്നും തന്നെ ബാക്കിയില്ല അങ്ങനെ തോന്നുക നിങ്ങൾക്ക്. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു എനർജി ഒരിക്കലും റെസൊണേറ്റ് ആകരുത് എന്നാണ്. പക്ഷേ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് എനിക്ക് പറഞ്ഞേ പറ്റുകയുള്ളൂ. ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതലായിട്ടും റൊമാൻറ്റിക് ആയിട്ടുള്ള വൈബ്സിലാണ് ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫയർ ആൻഡ് വാട്ടർ ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഉണ്ടാവുക. അതായത് ഒരു വ്യക്തിക്ക് ഇമോഷൻസും പാഷനും ഉണ്ട് എങ്കിൽ ആ ഒരു വ്യക്തി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കും. എന്ത് കാര്യത്തിനും ഒരു തീരുമാനം എടുക്കുവാൻ തയ്യാറായിട്ടാണ് ഇരിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ മാസ്കുലിൻ ഡൊമിനൻസ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ലോജിക്കായിട്ടുള്ള തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ തന്നെ ഇമോഷൻസ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഏതെങ്കിലും പെയിൻറ്റിങ്ങിലൂടെയോ ഏതെങ്കിലും കവിതയിലൂടെയോ ഏതെങ്കിലും സ്റ്റാറ്റസിലൂടെയോ പോസ്റ്റിലൂടെയോ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയാണോ തോട്ട്സ് ഉള്ളത് അതെല്ലാം. അപ്പോൾ ഇന്നത്തെ ദിവസം എക്സ്പ്രഷൻ ഓഫ് ലവിൻ്റെ ആ ഒരു വൈബ്രേഷൻ വളരെ കൂടുതലായിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ എനർജിയിൽ. ഇവിടെ ഫാമിലിയോട് എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഫാമിലിയോട് എല്ലാ കാര്യങ്ങളും പറയുന്നതായിട്ട്. കാരണം ഫാമിലിയുടെ ആ ഒരു സാഹചര്യം പോസിറ്റീവാണ് എങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നടന്നാൽ മതിയല്ലോ. അതായത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ ഫേവറിലാണ് എന്ന്. അപ്പോൾ ഇത് ശരിയായ സമയമാണ് എനിക്ക് കാര്യങ്ങളെല്ലാം പറയാനുള്ളതെന്നുള്ള ഇതിൽ നിങ്ങൾ ഫാമിലിയോടെല്ലാം പറയുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഫാമിലിയിൽ ഗെറ്റ് ടുഗദർ സംഭവിക്കുന്നതായിട്ട്, ഫാമിലിയിൽ നല്ല രീതിയിലുള്ള സംസാരം ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം ഫാമിലിയിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇന്ന് ഫാമിലിയുടെ കൂടെ ലഞ്ചിന് പോകുക, ഡിന്നറിന് പോകുക, അങ്ങനെ കുറച്ച് സമയം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുക ഫാമിലിയുടെ കൂടെ, അങ്ങനെ കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സപ്പോർട്ട് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയുടെ സപ്പോർട്ട് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ വ്യക്തിയുടെ സപ്പോർട്ടിൽ നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് അവരുടെ റെഫറൻസിൽ നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തടസ്സമായി കിടന്ന് ആ ഒരു ജോലി വീണ്ടും പുനരാരംഭിക്കുവാൻ സാധിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇത് നിങ്ങളുടെ ഓഫീസിലെ മാനേജർ തന്നെ നിങ്ങളെ റിഫർ ചെയ്യുക പ്രമോഷന് വേണ്ടി, അങ്ങനെയുള്ള ഒരു എനർജി കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഫൈനാൻഷ്യലി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ നല്ലതായിട്ടാണ് പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർ ഇന്നത്തെ ദിവസം ഷോർട്ട് ജേണിയിൽ അല്ലെങ്കിൽ ലോങ് ജേണി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ലോങ് ജേണി പോകുന്നതായിട്ടാണ്. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് അതർ സ്റ്റേറ്റിലോട്ട് പോകുക, ഇല്ല എങ്കിൽ അബ്രോഡ് പോകുക, അങ്ങനെയും കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ ലൈഫിൽ ഇങ്ങനെയാണ്, അബ്രോഡിൽ നിന്ന് നിങ്ങളെ കാണുവാൻ ആരോ വരുന്നതായിട്ടുള്ള ഒരു എനർജി കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു.
ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടാതെ തന്നെ നിങ്ങളുടെ അനിയൻ്റോടോ അനിയത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ചെറിയ കുട്ടി വരുമ്പോൾ ആ കുട്ടിയെയും കൊണ്ട് നിങ്ങൾ പുറത്ത് പോവുക, ആ കുട്ടിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, അങ്ങനെ ഒരു എനർജി കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വേറൊന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങളുടെ പേപ്പേഴ്സ്, നിങ്ങളുടെ പൈസ അതൊക്കെ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ഒന്ന് ഇന്നത്തെ ദിവസം ശ്രദ്ധാലുവാകുക. ഏതെങ്കിലും ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധ കാണിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ബിന്ദാസ് ആയിട്ടുള്ള എനർജിയിലാണ് ഉണ്ടാവുക. അതായത് ഇവർ എന്തോ ഒരു തീരുമാനം എടുത്ത് അതിൻ്റെ ആ ഒരു ഇതിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ബിന്ദാസ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫേവറിലായിരിക്കാം, ഇല്ല എങ്കിൽ അല്ലായിരിക്കാം. പക്ഷേ എന്തായാലും ഇവർ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസിഷനിൽ നിന്ന് മാറത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ കെയർഫ്രീ ആയിട്ടാണ് ആ ഒരു ഡിസിഷൻ ഇവർ എടുത്തേക്കുന്നത്. അതായത് എന്ത് വരുന്നുണ്ടെങ്കിലും നോക്കാമെന്നുള്ള രീതിയിൽ. അതായത് ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി ഞാൻ അതിൽ നിന്ന് മാറത്തില്ല എന്നുള്ള രീതി. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫേവറിലാണ് ആ ഒരു ഡിസിഷൻ എടുത്തത് എങ്കിൽ വളരെ നല്ല കാര്യമാണത്. ബട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവർ ആയിട്ടല്ല എടുത്തത് എങ്കിൽ ഇവിടെ ബ്രേക്കപ്പ് സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുകയാണ് നമുക്ക് മാരേജ് ചെയ്യാൻ സാധിക്കയില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ് എങ്കിൽ അപ്പോൾ അത് നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള ആ ഒരു ഡിസിഷൻ അല്ല. അപ്പോൾ ബ്രേക്കപ്പാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് വേണ്ടി. അതായത് 10 വർഷം കൊണ്ടുള്ള റിലേഷൻ ആയിരിക്കാം. പെട്ടെന്നായിരിക്കും ഇവർ പറയുന്നത് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം വിഷമമാകുമെന്ന് എനിക്കറിയാം. അതേപോലെ ഉള്ള ഒരു സാഹചര്യം ചില ആൾക്കാർക്ക് ഇന്ന് ഉണ്ടാകും എന്നിവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ സഡനായിട്ട് ചിലപ്പോൾ ഇങ്ങനെ പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കും. കാരണം നെഗറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധാലുവാകേണ്ടതാണ്. ലവ് ലൈഫിലാണ് ഇവിടെ ബ്രേക്കപ്പ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാർക്കും നല്ല ഒരു വൈബാണ്, യൂണിയൻ വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാർക്ക് നെഗറ്റീവ് വൈബാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒറ്റപ്പെടൽ കാരണം ഇവർ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഒത്തിരി ലോഡ് ഇവരുടെ തലയിലുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സും കൂടെ ആയപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അത് കാരണം ഇവർ തെറ്റായ ഒരു ഡിസിഷൻ എടുത്തു, നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്യാമെന്നുള്ള രീതിയിൽ. അങ്ങനെ സംഭവിക്കുന്നതായിരിക്കാം. ഇവർക്ക് തോന്നുന്നത് ഇവർ എടുക്കുന്ന ഡിസിഷൻ ശരിയാണ് എന്നാണ്. പിന്നെ ആയിരിക്കും മനസ്സിലാകുന്നത് ഇവർ എടുത്ത ഡിസിഷൻ തെറ്റാണ് എന്ന്. ഇവിടെ നിങ്ങളുടെ ഫേവറായിട്ടാണ് ഇവർ ഡിസിഷൻ എടുത്തത് എങ്കിൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് മാരേജ് നടക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു. ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത് എങ്കിൽ മെസ്സേജ് കോൾസ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ അവരുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് അവർ തുടങ്ങുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ഒരു ഓഫർ ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന്. ഇല്ല എങ്കിൽ ഇവരുടെ ഫാമിലിയിലുള്ള ആരുടെയെങ്കിലും കൂടെ ഒരു ബിസിനസ് ഇവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ആ ഒരു വൈബ്രേഷനും കാണാൻ സാധിക്കുന്നു. അതായത് ഇന്നത്തെ ദിവസം ഇവർ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതാണ്, ഇനി എനിക്ക് വയ്യ, കുറേ ജോലി ഞാൻ ചെയ്തു, ഇനി ഒരു ബിസിനസ് ചെയ്യാൻ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരുമായിട്ട് എന്നൊരു ഡിസിഷൻ ഇന്നത്തെ ദിവസം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ പേഴ്സൺ കോർട്ട് സംബന്ധമായിട്ട് കേസിൽ എന്തെങ്കിലും പെട്ടിരിക്കുകയാണ് എങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.